വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ കടമെടുപ്പ് മെയ് 26-ന് നടക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻ ഉൾപ്പെടെയുള്ള ചെലവുകൾക്കും പണം ഉറപ്പാക്കാനാണ് കടമെടുപ്പ്. റിസർവ് ബാങ്കിന്റെ കുബേർ സംവിധാനം വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് കടമെടുപ്പ്. വി.ഡി. സർക്കാർ അധികാരമേൽക്കുന്നതിനു മുൻപ് മെയ് 12-ന് കേരളം കടമെടുത്തിരുന്നു. 16 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ 1400 കോടി രൂപയും 11 വർഷത്തെ കാലാവധിയിൽ 1000 കോടി രൂപയും 7 വർഷത്തെ കാലാവധിയിൽ 400 കോടി രൂപയുമാണ് അന്ന് കടമെടുത്തത്. ആകെ 2800 കോടി രൂപ. ഇതോടെ നടപ്പു സാമ്പത്തിക വർഷത്തെ പൊതുകടം 4600 കോടി രൂപയായി വർദ്ധിക്കും. ഓരോ സാമ്പത്തിക വർഷവും കേന്ദ്രം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കും. പരിധി നിശ്ചയിക്കും മുൻപ് തൽക്കാലത്തേക്ക് കടമെടുക്കാൻ അനുവദിക്കാറുണ്ട്. ഇക്കുറി കേരളത്തിന് അപ്രകാരം 4700 കോടി രൂപ എടുക്കാൻ അനുവദിച്ചിരുന്നു. ഇത് പ്രകാരമുള്ള കടമെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ 9 മാസക്കാലത്തേക്ക് 23,000 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതിയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നതെന്ന് അറിയുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡിസംബർ വരെ 29,529 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചിരുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു. കടപരിധി കുറച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. വി.ഡി. സതീശൻ സർക്കാർ കേന്ദ്രവുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ ഉറ്റുനോട്ടം. നടപ്പു സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം 16.29 ലക്ഷം കോടി രൂപയായി വർദ്ധിക്കുമെന്നാണ് ബജറ്റ് രേഖകൾ പറയുന്നത്. ധന ഉത്തരവാദിത്ത നിയമം അനുസരിച്ച് ഇതിന്റെ 3.5% വരെ കേരളത്തിന് കടമെടുക്കാൻ അവകാശമുണ്ട്. അതായത് 48,872 കോടി രൂപ. എന്നാൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പ കൂടി കേരളത്തിന്റെ പൊതുകടമായി പരിഗണിച്ചാണ് കേന്ദ്രം കടപരിധി കുറവ് വരുത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഈ കടുംവെട്ട് ജനപ്രിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വി.ഡി. സതീശൻ സർക്കാരിന് തിരിച്ചടിയാകും. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് 1070 കോടി രൂപ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുവദിച്ചിരുന്നു. എന്നാൽ പെൻഷൻ 3000 രൂപയെ വർദ്ധിപ്പിക്കുമെന്നാണ് UDF പ്രഖ്യാപിച്ചത്. ഇത് നടപ്പിലാക്കണമെങ്കിൽ പ്രതിമാസം 1680 കോടി രൂപ വേണ്ടിവരും. KSRTC ബസ്സുകളിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് പ്രതിമാസം 112 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ തുകയും സർക്കാർ അധികമായി കണ്ടെത്തേണ്ടി വരും.